ഇന്ത്യൻ സമുദ്രാതിർത്തിക്ക് അടുത്ത് തീപിടിച്ച ബേപ്പൂരിൽ നിന്നും അഴീക്കൽ നിന്നുമൊക്കെ വളരെ അടുത്ത് തീപിടിച്ച ആ കപ്പലിലെ തീ ഇതുവരെ അണയ്ക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പുതിയ വിവരങ്ങൾക്ക് വേണ്ടി നമ്മൾ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുകയാണ്. തീ നിയന്ത്രണ വിധേയമായി എന്ന ഒരു നല്ല വാർത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. പക്ഷേ കഴിഞ്ഞ കുറേ അധികം സമയം, ഏതാണ്ട് 1 മണിക്കൂർ ഏതെങ്കിലും തരത്തിലുള്ള തീ നിയന്ത്രണ വിധേയമാകുന്നതിൻ്റെയോ അല്ലെങ്കിൽ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നില്ല എന്ന രീതിക്കുള്ള ഏതെങ്കിലും തരത്തിലുള്ള അപ്ഡേറ്റ് ഇപ്പോഴും വരുന്നില്ല. കമ്പൈൻഡ് ഫയർ ഫൈറ്റിംഗ് തുടങ്ങി എന്ന കാര്യം മാത്രമാണ് കുറേ സമയം മുമ്പ് നമുക്കറിയാൻ കഴിയുന്ന. തീ ആഞ്ഞു പിടിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിനുള്ളിലുള്ള ഈ പറയുന്ന കെമിക്കൽ എന്താണ് എന്ന ഈ ഷിപ്പിംഗ് കമ്പനിയിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ഇപ്പോഴും കിട്ടുന്നില്ല. അത് കിട്ടിയാൽ മാത്രമേ ഉറപ്പായും എഫക്റ്റീവായിട്ടുള്ള ഒരു ഫയർ ഫൈറ്റിംഗ് സാധ്യമാകൂ എന്നു തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇത് വെള്ളവുമായി സ്പർശമുണ്ടായാൽ തീ പിടിക്കുന്ന, അല്ലെങ്കിൽ വായുവുമായി സ്പർശമുണ്ടായാൽ തീപിടിക്കുന്ന, ഫ്രിക്ഷനോ ഏതെങ്കിലും തരത്തിൽ ഘർഷണമുണ്ടായാൽ തീപിടിക്കുന്ന വസ്തുക്കളൊക്കെ ഇതിലുണ്ട്. അപായ വസ്തുക്കൾ, ഡേഞ്ചറസ് തിങ്സ് ഇതിലുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോഴും തീ ആഞ്ഞു പിടിക്കുകയാണ്. ആകെ ഉള്ള വ്യക്തത, ഒരു കണ്ടെയ്നർ പൊട്ടിത്തെറിച്ചാണ് ഈ തീപിടുത്തം ഉണ്ടായത്. ആ തീപിടുത്തമാണ് അത് വലിയൊരു തീപിടുത്തത്തിലേക്ക് പോയത് എന്ന കാര്യമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. MSC എൽസാത്രി കപ്പൽ മറിഞ്ഞ് അതിലെ കണ്ടെയ്നർ കടലിലേക്ക് വീണതിനേക്കാൾ കൂടുതൽ ഗുരുതരമായ കാഴ്ച നമുക്കെന്തായാലും ഇത് തരുന്നുണ്ട്. കടലിലെ ഈ തീപിടുത്തം തീ നിയന്ത്രണ വിധേയമാക്കാൻ ഏതെങ്കിലും തരത്തിൽ കഴിയുന്നുണ്ടോ എന്നറിയില്ല. ഇപ്പോഴും എന്തായാലും 22 ജീവനക്കാർ അതിലുണ്ടായിരുന്നതിൽ 18 പേർ കടലിലേക്ക് എടുത്തു ചാടി. അതിൽ 5 പേർക്ക് പൊള്ളലുണ്ട്. പൊള്ളലേറ്റതിൽ 1-2 പേരുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണ് എന്നറിയാൻ കഴിയുന്നു. അവരെ പക്ഷേ ഇപ്പോഴും ഏതെങ്കിലും തരത്തിൽ ഇങ്ങോട്ടേക്ക് തീരത്തെ കൊണ്ടുവന്നിട്ടില്ല. കൂടെ ഉണ്ടായിരുന്ന ചരക്ക് കപ്പലിൽ ഇപ്പോഴും അവർ ഉണ്ട് എന്നതാണ് അറിയാൻ കഴിയുന്നതും. അപ്പോൾ അവരെ ബേപ്പൂർ തുറമുഖത്തേക്ക് എത്തിക്കുകയാണെങ്കിൽ അവിടെ എല്ലാവിധ അവരെ എത്രയും പെട്ടെന്ന് സമയം വൈകാതെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ബേപ്പൂർ തുറമുഖത്ത് ഒരുക്കിയിരിക്കുന്നു. അതല്ല ഇനി മംഗലാപുരത്തേക്കാണ് അവരെ കൊണ്ടുപോകുന്നത് എന്ന കാര്യത്തിൽ അവ്യക്തത ഇപ്പോഴും തുടരുന്നു. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ MSC എൽസാത്രിയോട് ആദ്യ മണിക്കൂറുകളിൽ ഏതൊക്കെ തരത്തിലുള്ള ഇപ്പോഴും ആദ്യ മണിക്കൂറിൽ മാത്രമല്ല ഇപ്പോഴും ഏതൊക്കെ തരത്തിൽ അവ്യക്തത നിലനിൽക്കുന്നു, അതേ അവ്യക്തതകൾ ഇതിലും നിലനിൽക്കുന്നു. അതിലേറ്റവും പ്രധാനം ഈ കപ്പലിലുള്ള രാസവസ്തു എന്താണെന്നുള്ളതാണ്. 20 കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണിട്ടുണ്ട് എന്നിപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട്. അങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ അത് ഏത് തുറമുഖത്തേക്ക് അടുക്കാനാണ് സാധ്യത, ആ കണ്ടെയ്നറിലുള്ള വസ്തുക്കൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാവേണ്ടതുണ്ട്. 20 അല്ല, അത് 50 കണ്ടെയ്നറുകൾ വീണിട്ടുണ്ട് എന്ന ചില സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതിലൊക്കെ ഇനിയാണ് സ്ഥിരീകരണം വ്യക്തം ഉണ്ടാവേണ്ടത്. തൽക്കാലം ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന വിവരങ്ങൾ പ്രകാരം ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന ദുരന്ത നിവാരണ അതോറിറ്റി നമ്മളോട് പറയുന്നതും. പക്ഷേ കോസ്റ്റ് ഗാർഡ് നൽകുന്ന കൂടുതൽ വിവരങ്ങൾക്കായി ദുരന്ത നിവാരണ അതോറിറ്റിയും കാത്തിരിക്കുകയാണ്. INS സൂറത്ത് അങ്ങോട്ടേക്ക് എത്തുന്നു. INS സത്ലജ് അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. 4 മണിക്കൂറാണ് അതിൻ്റെ യാത്രാ സമയം. അപ്പോൾ കമ്പൈൻഡ് ഫയർ ഫൈറ്റിംഗ് അവിടെ ഇപ്പോൾ കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലുകൾ വെച്ചുകൊണ്ടുള്ള ഡോണിയർ വിമാനങ്ങളുടെ നിരീക്ഷണത്തിൽ ഇപ്പോൾ അവിടെ പുരോഗമിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷ.